ഇന്നെൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചൊരു ദിവസമാണ്. ആ വേദനയിൽ എനിക്ക് ആശ്വാസം നൽകിയൊരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ശ്വാസം മുട്ടെന്ന അസുഖം മൂലം ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു. കഴിഞ്ഞൊരു വർഷമായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇൻഹേലർ എനിക്ക് തന്നിട്ടുണ്ട്. ആ മരുന്ന് വലിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റണില്ല. അതിനൊരു പരിഹാരം എന്ന നിലയിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. രാവിലെ ഒരു 7:30 മണിയോടുകൂടിയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. 9:15 ഡോക്ടറും വന്നു. 10:15 ഡോക്ടറെ കാണാൻ ഞാൻ കയറുകയും ചെയ്തു. 47 എനിക്ക് ടോക്കൺ നമ്പർ കിട്ടിയത്. അത്ഭുതകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3/4 മണിക്കൂർ കൊണ്ട് ഡോക്ടർ ഈ 46 പേഷ്യൻറ്റിനെ നോക്കിക്കഴിഞ്ഞു എന്നതാണ്. എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അസുഖങ്ങളൊക്കെ പറഞ്ഞു. ഇൻഹേലർ പൂർണ്ണമായി നിർത്തുക എന്നൊരു ലക്ഷ്യം കൊണ്ടാണ് ഞാൻ ആ ഡോക്ടറെ കാണാൻ പോയത്. ഞാൻ മരണം വരെ ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരും, ഒരിക്കലും എൻ്റെ അസുഖം മാറില്ല എന്നാണ് ഡോക്ടറിൻ്റെ മറുപടി. ഇൻഹേലർ ഉപയോഗിക്കാതെ തന്നെ ഇത് നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു മറുപടിയാണ്, ഇൻഹേലർ ഇല്ലാതെ നീ ഇത് നിർത്തിയിട്ട് എന്നെ വന്ന് കണ്ടാൽ മതിയെന്ന്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ഇതുപോലുള്ള ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. എൻ്റെ വാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, രോഗികളുടെ പകുതി അസുഖം കുറയുന്നത് ഡോക്ടേഴ്സിൻ്റെ പെരുമാറ്റം മൂലമാണ്. 100% ശരിയാണ്. എന്നെപ്പോലെ എത്ര മനുഷ്യരാണ് ഈ ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. എന്തായാലും ഞാൻ ആ ഡോക്ടറിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചു. ഇൻഹേലർ ഇല്ലാതെ തന്നെ ഞാൻ എൻ്റെ അസുഖം പൂർണ്ണമായി ഭേദമാക്കി തീർച്ചയായും അയാളുടെ അടുത്ത് ചെല്ലും. എൻ്റെ റബ്ബിനെ കൊണ്ട് കഴിയാത്തതായി ഒന്നും തന്നെയില്ല. ഇതുപോലെ മനസാക്ഷിയില്ലാതെ മറ്റു മനുഷ്യരോട് പെരുമാറുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് താഴെ വീഴാൻ അധിക സമയമൊന്നും വേണ്ട.